കണ്ണാടി ഉരുട്ടി കറക്റ്റായിട്ട് വെക്കടാ. നീ എന്താ കൈ വെക്കുന്നില്ലേ? എനിക്കെന്താ മുട്ടിന്റെ ഒരു ഇനി വേദന. ഫസ്റ്റ് ഓർഡർ കണ്ണ കണ്ണ ഓടിവാ ഉണ്ണി കണ്ണ ഓടിവാ ഉണ്ണി കൈ കൊണ്ടോടിവാ മുരളി. ഹലോ ഷിബു സാർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു സാർ? അയ്യോ കൊച്ചാപ്പനായിരുന്നോ? അല്ല അയ്യോ കൊച്ചാപ്പനായിരുന്നോന്ന്. വളരെ നല്ല കാര്യം കൊച്ചാപ്പ, അടിപൊളി അടിപൊളി. കൊച്ചാപ്പ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നല്ല നമ്പർ, നല്ല നമ്പർ. ആ വിളിച്ചേക്കാം വിളിച്ചേക്കാം. ശരി. ഓ കൊച്ചാപ്പനാ, സുഖം അന്വേഷിക്കാൻ വിളിച്ചത്. നീ ഇങ്ങനെ കടുപ്പിച്ചു നോക്കുന്നതിന് വേറെ കോള് വരും, കാത്തിരിക്കണം. കാത്തിരുന്ന് കാത്തിരുന്ന് നടക്കൊന്നുമല്ലോ. ചേക്കപ്പേട്ടൻ ചെറിയൊരുടായി. ഹലോ, അതെ ഷിബു സാപ്പാണിത്. പറയൂ എലിസബത്ത് മാഡം, സാധനം ഫ്രഷ് ആയിട്ട് വീട്ടിലെത്തിരിക്കും. അതാണ് ഷിബു സാപ്പിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ് മാഡം വേണ്ടത് പറയും? പപ്പടം 2, തുവരപ്പരിപ്പ് 1, 1 കിലോ. ആ ഓക്കെ, കായ 1 കിലോ. ഓ ശരി, ആ ശരി. ഓക്കെ മാഡം, താങ്ക് യു ഫോർ കോളിംഗ് ഷിബു സാർ. ഓക്കെ മാഡം. ഇപ്പം എങ്ങോട്ട് ജേക്കപ്പേട്ടൻ പറ്റിക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് ഇനി തുടങ്ങാല്ലേ? ധൈര്യമായിട്ട് തുടങ്ങാം. ഈ പഞ്ചായത്ത് GPS ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്നോ. നീ ഒരു 3 കിലോമീറ്റർ നടക്കണമെന്ന് അതിനകത്ത് കാണിക്കുന്നു. 3 കിലോമീറ്ററോ? എനിക്കിനി നടക്കാൻ വയ്യ, നമുക്ക് ഓട്ടോ പിടിച്ചു പോവാം. എന്റെ പൊന്നു ലോനല്ലേ, ഒരു 3 കിലോമീറ്റർ നടക്ക്. എടാ ഓട്ടോ പിടിക്കാനുള്ള കാശ് നമ്മുടെ ഉണ്ടോ? നമുക്ക് പിന്നെന്തോ ലാഭം? പൊന്നുമോ നടക്കും. ഒന്നുമില്ല, നമുക്ക് വേറെ ഒറ്റ ഓർഡർ വന്നിട്ടില്ല. എന്റെ പൊന്ന് ശംഭു, ഈ ഓർഡർ ആരുടെയാ? എടാ മഹിളാ സമാജം പ്രസിഡന്റ് എലിസബത്ത് മാഡത്തിന്റെയാ. എടാ പുള്ളിക്കാരത്തി ഒന്ന് ഇംപ്രസ് ആയാലുണ്ടല്ലോ, ഫുൾ മഹിളകൾ നമ്മുടെ കൂടെ പോരത്തില്ലയോ? അപ്പൊ ഇതൊരു ബിസിനസ് മീറ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. നമ്മൾ 3 പേരെ കൂടി ചെല്ലുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നുമില്ല, വാ നടക്കാം നടക്കാം. കുറച്ച് ദൂരോടല്ലേ ഉള്ളൂ. ഈ ഫോണിനകത്താണ് GPS കിട്ടുന്നില്ല പണ്ടാറ്. ആ വളവ് കഴിഞ്ഞ് എങ്ങോട്ട്? എടാ ലോല, നിന്റെ ഫോണിൽ ഞാൻ നോക്കട്ടെ. ലോല ലോല ലോല, എന്താ പറ്റൂടാ? വെള്ളം രാവിലെ ഫുഡൊക്കെ കഴിച്ചാണല്ലോ. ലോല മോനെ, ലോല തല എടാ മൂത്തിരി വെള്ളം തെളിക്കും. തക്കാളി ലോല ശമ്പൂലടാ, ചോദിച്ചാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ. ഒന്നുമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. പിന്നെ ആദ്യമേ കുറച്ച് ഗ്ലൂക്കോസ് വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഈ ട്രിപ്പിന്റെ ഇഞ്ചക്ഷൻ ഒന്നും ആവശ്യമില്ലായിരുന്നു. ബില്ല് കണ്ടാ നീ കൊടുക്കുന്ന തലാറക്കം. അത് പിന്നെ എനിക്ക് നടന്നു കഴിഞ്ഞാൽ തലാറും കൂടെ ആവണ്ട. ഈ പണ്ടാരം പിടിച്ച് കുറെ നേരമായിട്ട് നടക്കണേ. അയ്യോ എലിസബത്ത് വേണം, നമുക്ക് ഓട്ടോ പിടിക്കാം, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. ഓട്ടോ. ഹലോ മാഡം, ഷിബു സാർ. മാഡം പറഞ്ഞ പോലെ പയറ്, പപ്പടം, കായം, പച്ചക്കറി, അവരപ്പരിപ്പ്. അതെ തോരപ്പരിപ്പ്. ഇതിപ്പോ സമയം എത്രയായി? കയ്യിൽ സാധനം ഇരിക്കും. 5:30 ആവുന്നല്ലേ ഉള്ളൂ. 11:30 നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് അരമണിക്കൂറിൽ നിങ്ങൾ കൊണ്ടുവരുമെന്നാണോ പറഞ്ഞത്? ഊണിന് വേണ്ടിയിട്ടാണ് ഞാൻ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞത്. ഇതിപ്പോ അത്താഴത്തിന് സമയമായി, ഇപ്പോഴാണോ ഇതൊക്കെ കൊണ്ടുവരുന്നത്? മാഡം കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ ബ്ലോക്ക്. നിങ്ങളെ നോക്കി നിന്നും അടുത്ത് ഞാൻ തന്നെ പോയി അവസാനം സാധനം വാങ്ങിച്ചു, ഞാൻ തന്നെ കറി വെച്ചു, ഞാൻ തന്നെ കഴിച്ചു. എനിക്ക് സാധനങ്ങളൊന്നും വേണ്ട. മാഡം ഈ അമരപ്പരിപ്പും തോരപ്പരിപ്പും തിരിച്ചെടുക്കും. ഞാൻ വാങ്ങിക്കുന്നില്ലല്ലോ, നിങ്ങൾ തിരിച്ചെടുക്കണ്ട. ഇതുപോലെ കൊണ്ടുപോയാൽ മതി. നാളത്തേക്ക് ആക്കിയല്ലോ. നിങ്ങളുമായിട്ടുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ഇതോടുകൂടി മതിയാക്കി കേട്ടോ. മക്കൾ പോ. ഫസ്റ്റ് ദിവസം തന്നെ പാളിപ്പോയില്ലാടാ. നമുക്കിത് മറച്ചു വിട്ടല്ല ചെയ്യാം. കുറെ കാശല്ലേ അവന്റെ ഹോസ്പിറ്റലിന്. ഹോസ്പിറ്റലിൽ ട്രിപ്പ് എന്തായാലും ഇത് കടയിലെടുക്കില്ല. നമുക്ക് താരത്തിൽ മറച്ചു വെക്കാം. ഈ പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഭയങ്കര സീനാട്ടോ. എങ്ങനെയും കൊടുക്കണം. എന്താ ഒരു കുട്ടി അതിനെ കണ്ടറിയാം പച്ചക്കറി വെക്കാൻ ചന്തയിൽ പോവാൻ. ഇങ്ങോട്ട് തടാ, ഞാൻ നല്ല നൈസായിട്ട് വിറ്റേ. അടിമേടിച്ച് തരണേട്ടോ, നമ്മുടെ സ്ഥലം പോലും അല്ല. വെടിക്കാതെ വാടേ. നീ വീട്ടിൽ പച്ചക്കറി ഉണ്ടോ കുട്ടി? എന്ത്? ഇത് ഷിബൂസ് ആപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളാണ് കേട്ടോ. വേണ്ട വേണ്ട. എന്റെ പൊന്ന് കൂടെ പറപ്പേ, ഈ പച്ചക്കറിയും പലർക്കും പകുതി വിലക്കെടുത്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കും. 50% ഡിസ്കൗണ്ട്. എന്ത് പറയുന്നു, ലാഭമല്ലേ? നിവൃത്തിയോട് വേണ്ട പ്ലീസ്. വേണ്ടെന്നല്ലേ പറഞ്ഞു. ഫ്രഷ് ആണ്, പകുതി വിലയുള്ള. ഇല്ല വേണ്ട 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 വേണ്ട. ഇതാണോ അതിന്റെ സ്മൂത്ത് അപ്രോച്ച്? എന്തൊരു ഉറപ്പിക്കലാടാ. അച്ഛേ തക്കാളിയൊക്കെ ചെയ്യാറായെന്ന് തോന്നട്ടാ.
ഈ പകുതി വില എന്ന് പറഞ്ഞിട്ട് പോലും ആരും മേടിക്കുന്നില്ല. പകുതി വിലക്ക് ആര് മേടിക്കാനാണ് നിനക്ക്? എടാ ഒരു ബംഗാളിയല്ലേ അവരുന്ന്. എടാ നമുക്ക് ഈ സാധനം പകുതി വിലക്ക് അവന് കൊടുത്താലോ? എടാ നമ്മുടെ നാട്ടിലിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിൽ അവന്മാരെ നമുക്കിത് അവന് മറച്ചു വിറ്റാലോ പകുതി വിലക്ക്. നിനക്ക് ഹിന്ദി അറിയുമോ? എടാ ഈ കാര്യത്തിന് ഹിന്ദി വേണമെന്നില്ല, ഈ മലയാളം അറിയാനായിട്ടാണ് അവന്മാർ നമ്മുടെ നാട്ടിൽ ഒന്ന് വർക്ക് ചെയ്യുന്നത്. നമുക്കൊന്ന് മുട്ടി നോക്കാം. വല്ലതും നടക്കും. നടക്കും. ബൈ ബൈ ബൈ. ഒന്നും മിണ്ടാതിരിക്കടാ. भाई ये पचकरी है, हम पगदी वाले की तारीफ, पगदी वाले की पचकरी, पगदी वाले की पचकर तारीफ, पगदी वाले की पगदी हाफ हाफ ഉരുളക്കിഴങ്ങ് ആലു തക്കാളി पगदी वाले की പയർ പൊടിച്ചെന്നാ നോവല ഹാഫല टमाटो फूड കഴിക്കാൻ നൈറ്റ് ഫുഡ് കഴിക്കാൻ പച്ചക്കറി ഞങ്ങൾ രാത്രി പൊറോട്ട ബീഫ് കഴിക്കും. പൊറോട്ട ഇവന്മാർ ഇപ്പോൾ പൊറോട്ടയും ബീഫുമാണ് പോയിട്ട് കഴിക്കുന്നത്. പച്ചക്കറി പലർക്കും കൂടി 300, ഓട്ടോ അങ്ങടും ഇങ്ങോട്ടും കൂടി 250, ഹോസ്പിറ്റലിൽ കുത്തിവെപ്പ് ഗ്ലൂക്കോസ് ട്രിപ്പ് അടക്കം ഒരു 600. ഗ്ലൂക്കോസ് എനിക്ക് സിസ്റ്റർ ഫ്രീ ആയിട്ട് തന്നെ. ഓ വലിയ ലാഭം ഉണ്ടാക്കി തന്നു, ഉപകാരമുണ്ട്. ആകെ ചെലവ് 1150, പിന്നെ ലാഭം ആട്ടും തുപ്പും, ഒരു ലോഡ് പച്ചക്കറി, ആർക്കും വേണ്ടാത്തൊരു ആപ്പും. കൊച്ചാപ്പൻ രാവിലെ വിളിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇടാകൂടെ ഉണ്ടാവുന്നു. എല്ലാം കൂടി നിന്നെ കൊച്ചാപ്പൻ്റെ തലേ കൊണ്ടിട്. നിന്റെ ഐഡിയയുടെ പ്രശ്നമല്ല എപ്പോഴും. പച്ചക്കറി എടുത്ത് മാറ്റി. ആരോട് ചോദിച്ചോട്ടാണ് എന്റെ പേരിൽ ആപ്പ് ഉണ്ടാക്കിയത്? അത് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങിയത്. എടാ നീയൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന എന്തിനാ എന്റെ പേര് വലിച്ചിരുന്നത്? പറ്റിയൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ഓർഡർ എത്തിക്കാൻ ഒരു 6-6.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. സാധനം ഞങ്ങൾ സ്പോട്ടിൽ എത്തിച്ചു. എടാ ശാമ്പൂ, നിനക്കും വിവരമുണ്ടായി പോയാ? എനിക്ക് 12ാം ക്ലാസ്സിന് വിവരമുള്ളൂ. പക്ഷെ ഉണ്ടല്ല, ആരെങ്കിലും പറ്റിച്ച കേസ് കൊടുത്തെങ്കിൽ 3 അകത്ത. എന്റെ പൊന്നു സാർ, എനിക്കിതിൽ പങ്കുപോകില്ല, അല്ലെങ്കിൽ വിമാനം ഒപ്പിച്ച പണിയാണ്. നാട്ടുകാരെ പറ്റിക്കുമല്ലേ? എല്ലാം ജോർജ് പറഞ്ഞിട്ടാണ് സാറേ, ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല സാറേ, എല്ലാം നിർബന്ധിച്ച സാറേ. ജോർജ് അവനോടൊക്കെ ബാക്കിയുള്ളവരെ എണ്ണന്മാര് മാറ്. കുട്ടമ്പിള്ളേ ആയിരിക്കും എടുത്തേ. അയ്യോ പോടാ, മനുഷ്യരെ പേടിപ്പിക്കാതെ. എന്റെ ജോർജെ പീഡിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവരെ കണ്ടുപിടിച്ചിട്ടൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യിക്ക്. എടാ അത് നീ പേടിക്കണ്ട, 3 പേര് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. ഒന്നാം മഹിളാ സമയത്തിന്റെ പെണ്ണുമുള്ള, പിന്നെ ജേക്കപ്പേട്ട്, പിന്നെ ധോയിവൻ. എടാ ഈ ഉടായ്പ പരിപാടിയൊക്കെ നിർത്തിയിട്ടെ നീ നല്ല നല്ല പണിക്കും പോവാൻ നോക്ക്. ആദ്യമായിട്ട് ചീറ്റി പോന്ന് വെച്ച് ഞങ്ങൾ തളരത്തൊന്നുമില്ല. എന്റെ മനസ്സിൽ വേറെയും കുറച്ച് ഐഡിയാസ് ഉണ്ട്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ഐഡിയ പറയല്ലേ.